മെഡിക്കൽ ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സാമ്പിൾ ഉടൻ തന്നെ ഡിസ്കാർഡ് ചെയ്യുന്ന പതിവുണ്ടോ? എങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം. NABL, NABH, ICMR ഉൾപ്പെടെയുള്ള സംഘടനകളും ലോക്കൽ ഓർഗനൈസേഷൻസും ഒരേപോലെ ആവശ്യപ്പെടുന്നു, ലാബുകളിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സാമ്പിൾ ഒരു നിശ്ചിത സമയം സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ സാമ്പിളും ഒരേപോലെ സൂക്ഷിക്കണം എന്നല്ല. ഫോർ എക്സാമ്പിൾ, ബേസിക് ഹെമറ്റോളജി, പാത്തോളജി സാമ്പിൾസ്, ബേസിക് ബയോകെമിസ്ട്രി സാമ്പിൾസ് എല്ലാം തന്നെ 24 മുതൽ 72 മണിക്കൂർ വരെ ടെസ്റ്റിങ്ങിന് ശേഷം ആ ലാബിൽ സൂക്ഷിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ, QC-യുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ആ സാമ്പിൾ വീണ്ടും ഉപയോഗപ്പെടുന്ന രൂപത്തിൽ വേണം അത് കീപ്പ് ചെയ്യാൻ. അതേസമയം സ്പെഷ്യൽ ടെസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സൈറ്റോളജി, ഹിസ്റ്റോപത്തോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്സുകളെല്ലാം തന്നെ 10 വർഷത്തിലധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കൾച്ചർ സാമ്പിളുകൾ 7 ദിവസം നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും വ്യത്യസ്തമായിട്ടുള്ള സാമ്പിളുകൾ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ടൈം ഇത്തരം സംഘടനകൾ നമുക്ക് തരുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ലാബുകളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് യാർഡ്, സാമ്പിൾ സൂക്ഷിക്കാൻ പറ്റുന്ന അറേഞ്ച്മെൻറ്റ്സ് ഉറപ്പുവരുത്തേണ്ടതും ബാധ്യതയാണ്. കേരളത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് NABL പ്രൊസീജിയർ ഫോളോ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്.